വിവോ ലോഗോ ഹാങ്ങിങ് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ് എന്ന് പറയുന്ന കംപ്ലൈൻറ്റ്. ലോഗോ ഹാങ്ങിങ് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ് 2-3 കാരണങ്ങളാൽ ഉണ്ടാകാം. പക്ഷേ ഇപ്പം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുണ്ടാകുന്ന വിവോയുടെ ലോഗോ ഹാങ്ങിങ് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ പ്രോബ്ലമാണ്. ബാറ്ററിയിൽ നിന്ന് പ്രോപ്പർ വോൾട്ടേജ് ബോർഡിലേക്ക് കിട്ടാതെ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കംപ്ലൈൻ്റാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ, ബാറ്ററിയുടെ PLU ഫ്യൂസ്, ബാറ്ററിയുടെ ഒരു ഫ്യൂസ് ഉണ്ട് ബോർഡിലേക്ക് പോകുന്നതിന് മുമ്പ്, പവർ പോകുന്നതിന് മുമ്പുള്ളൊരു ഫ്യൂസ്. ആ ഫ്യൂസിനെ എടുത്ത് മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മളത് ഒരു ജമ്പർ കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് അതിന് ഫ്യൂസിനെ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കും. അപ്പോഴേക്കും ആ ഒരു റീസ്റ്റാർട്ടിങ് അല്ലെങ്കിൽ വിവോയുടെ ലോഗോ ഹാങ്ങിങ് എന്നുള്ളൊരു പ്രോബ്ലം മാറും. അതാണിപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുന്നത്. എല്ലാ വിവോയുടെയും റീസ്റ്റാർട്ടിങ് ഈ ഫ്യൂസിൻ്റെ പ്രോബ്ലം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് കംപ്ലൈൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. അല്ലാതെ എല്ലാ ഈ ഫ്യൂസിൻ്റെ കൊണ്ടാണ് റീസ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ലോഗോ ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് മാത്രം ചെയ്യുക.